ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുള്ള ആ സവാള ആ ഒരു വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന് ഈ ഒരു വലിപ്പമുള്ള മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് അത്രയും എടുത്തത്. വലുതാണെങ്കിൽ ഒരു 5 വരെയൊക്കെ മതിയാകും. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും അതുപോലെ തന്നെ സവാളയുടെ ആ നനവ് കൊണ്ട് ഇത് നമുക്ക് മുഴുവനായിട്ടും അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അത് ഇവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ളത് ദോശമാവാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തലേദിവസം അരച്ചു വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ് തയ്യാറാക്കുന്നതെങ്കിലും ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ദോശമാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ഞാൻ ഒരു ദോശക്കല്ലാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇതേപോലെ നന്നായി ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളുടെ ദോശമാവ് കോരി ഒഴിച്ചിട്ട് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഹൈയിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നിയാണ്. അത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചേർക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് ടേസ്റ്റ് അതിനനുസരിച്ച് ചേർത്തിട്ട് നമുക്കിതെല്ലാടെയും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് കോഴിമുട്ട ഈ ദോശയുടെ മുകളിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അത് ഇപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില മതിയെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെറും മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഒനിയൻ ചട്നി ചേർത്തതുകൊണ്ട് പിന്നെ ഒനിയൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു ഭാഗം ആവുന്ന സമയത്ത് പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതിയാകും. ഇപ്പോൾ 2 ഭാഗവും ആയതിനു ശേഷം നമുക്കിത് മടക്കിയിട്ട് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.